ഫലസ്തീൻ ഒരിക്കലും സമാധാനം കൊടുക്കില്ല എന്ന ആർത്ത് അട്ടഹസിക്കുന്ന ഇസ്രയേലിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങാനാണ് അറബ് സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ സമ്മേളനം ദോഹയിൽ നടക്കുമ്പോൾ ലോകം മുഴുവൻ ഏറ്റവും വലിയ രീതിയിൽ ചർച്ച ചെയ്തത് ഈ സമ്മേളനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതാണ്. അത് ഏതൊക്കെ വിധത്തിലായിരിക്കും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സൈനിസ്റ്റ് ഭരണത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കൃത്യമായി അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തിരിക്കുന്നു. ദോഹയിൽ നടന്ന ആക്രമണത്തെ കൃത്യമായി അപലപിച്ചുകൊണ്ടും ഇനിമേലിൽ ഇസ്രയേൽ ഒരു രീതിയിലും അഹങ്കാരം നിറഞ്ഞ ഈ സ്വഭാവം കാണിക്കാതിരിക്കാനും ഫലസ്തീനോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് മാപ്പില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രമേയം കൃത്യമായി തന്നെ പാസാക്കി ഒരു വൻ തീരുമാനത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് തിരിച്ചടിക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞു, ഇനി ഏതെങ്കിലും ഈ സഖ്യരാജ്യങ്ങളെ, അറബ് സഖ്യരാജ്യങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയോ അവർക്കെതിരെ ഭീഷണിയുടെ സ്വരം ഉയർത്തുകയോ ചെയ്താൽ അവർക്ക് മറുപടി കൊടുത്തിരിക്കും. ഇസ്രയേലിന് താക്കീത് കൊടുത്തിരിക്കുകയാണ്. അതായത് ഞങ്ങൾ തിരിച്ചടിക്കാൻ ഒറ്റക്കെട്ടായി തീരുമാനിക്കും എന്നത് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ടത് റഷ്യയും ചൈനയും അവരുടെ പ്രതിനിധികളെ അയച്ചുകൊണ്ട് ഈ ഉച്ചകോടിക്ക്, ഈ സമ്മേളനത്തിന് എല്ലാവിധ പിന്തുണയും ആശംസയും അറിയിച്ചുകൊണ്ടാണ് ഈ സമ്മേളനത്തെ സ്വാഗതം ചെയ്തത് എന്നുള്ളതാണ്. അവിടെയാണ് റഷ്യയുടെയും ചൈനയുടെയും ഏറ്റവും മികച്ച രീതിയിലുള്ള നയതന്ത്ര ബന്ധം. അത് ഏതൊക്കെ രീതിയിലായിരിക്കും അമേരിക്കയെ പോലും ഞെട്ടിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രയേൽ നോക്കൂ, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി, കഴിഞ്ഞ 2 കൊല്ലത്തിലേറെ കാലമായി, 24 മാസങ്ങളോളമായി ഫലസ്തീനിൽ നടത്തുന്ന കാട്ടുക്രൂരത, ഇതിന് മറുപടി കൊടുത്തേ മതിയാവുകയുള്ളൂ. നിലവിൽ 10ഓളം രാജ്യങ്ങൾ UN-ൽ ഫലസ്തീനെ സ്വതന്ത്രമാക്കരുത് എന്ന് പറയുമ്പോൾ അതിനകത്ത് പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഇസ്രായേൽ, അമേരിക്ക, പാപ്പുവ ന്യൂഗിനിയയും അർജന്റീനയും ഒക്കെ പെടുകയാണ്. ഹംഗറി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും പെടുന്നു. പക്ഷേ പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസോ അതല്ലെങ്കിൽ സ്പെയിനോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ ഒരു രീതിയിലും ഈ പ്രമേയത്തെ എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല UN-നോടൊപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. UN-ന്റെ ശക്തമായ തീരുമാനത്തെ അംഗീകരിക്കുന്നു. ഫ്രാൻസും UK-യും ഒക്കെ ഒരു തീരുമാനമെടുത്താൽ യൂറോപ്പിൽ എന്തു രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അറബ് രാജ്യങ്ങളുടെ എല്ലാ നീക്കങ്ങളെയും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട്, പൂർണ്ണമായി അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് റഷ്യ എടുത്തിരിക്കുന്ന നിലപാട്, ചൈന എടുത്തിരിക്കുന്ന നിലപാട്, ഇതൊക്കെ വരും ദിവസങ്ങളിൽ ഇസ്രയേലിന് വലിയ തലവേദനയായി മാറിടും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സൈനിസ്റ്റ് ഭരണകൂടത്തെ തച്ചുടയ്ക്കാൻ ഏതൊക്കെ വഴിയുണ്ടോ അതെല്ലാം ഞങ്ങൾ ശ്രമിക്കും, പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ഭരണം, അവർ ഞങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുകയാണെന്ന് ഇറാൻ തുടക്കം മുതലേ പറഞ്ഞതാണ്. ഇറാനെ പരിപൂർണമായി പിന്തുണച്ചുകൊണ്ട്, ഇറാന്റെ ആ ഒരു ശൗര്യത്തെ കൈയടിച്ചുകൊണ്ടാണ് അറബ് സഖ്യം ഈ ഒരു ഉച്ചകോടിയിൽ പ്രധാനമായും ഇറാനെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നത്. അയത്തുള്ള അൽ ഖമനേയി നിങ്ങൾ സൂപ്പർ ഹീറോയാണെന്നാണ് കൃത്യമായി അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം കൈയടിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്.